ഐസ് ആർ ദ വിൻഡോസ് ടു ദ സോൾ. നേത്രങ്ങളാണ് ആത്മാവിലേക്കുള്ള ജാലകങ്ങൾ എന്നാണ് പഴമൊഴി. മനോഹരമായ നേത്രങ്ങൾ ഏതൊരാളുടെയും അമൂല്യമായ സമ്പത്താണ്. സൗന്ദര്യം നഷ്ടപ്പെട്ടാലോ അത് വലിയ പ്രശ്നമാണ്. നേത്രങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് മീഡിയ വണ്ണിൻ്റെ ഹെൽത്ത് ട്രാവലോഗായ സ്റ്റെതസ്കോപ്പിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. ലക്ഷം മനുഷ്യരുള്ളവരവരിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒത്തിണങ്ങിയ കണ്ണുകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായി വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. കണ്ണുകൾ രണ്ട് വ്യത്യസ്ത ദിശകളിൽ കേന്ദ്രീകരിക്കുന്ന ചില നയനത്തിൻ്റെ പ്രശ്നങ്ങളെ നാം പൊതുവെ കോങ്കണ്ണ് എന്ന് വിളിക്കുന്നു, അഥവാ സ്ക്വിൻറ്റ്. സ്ക്വിൻറ്റിന് ശാസ്ത്രീയമായ ചികിത്സ നൽകിയാൽ 93% വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സ്ക്വിൻറ്റിനെ, സ്ട്രബിസ്മസിനെ ശാസ്ത്രീയമായി എങ്ങനെ ചികിത്സിക്കാം, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. ലോകത്താകമാനം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ 4 മുതൽ 6% വരെ പേർക്ക് ജന്മന തന്നെ കോങ്കണ്ണുള്ളതായി കണക്കുകൾ കാണിക്കുന്നു. അത് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളാണെങ്കിൽ 30 മുതൽ 40% വരെ പേർക്കാണ് സ്ക്വിൻറ്റ് ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായി ചികിത്സിച്ചാൽ ഭൂരിഭാഗം കേസുകളും നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ, പൂർണ്ണമായും രോഗവിമുക്തി വരുത്താവുന്നതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വളരെ പ്രശസ്തയായ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ എലിസബത്ത് ജോസഫ് ഇവിടെയുണ്ട്. നമുക്ക് മാഡത്തോട് സംസാരിക്കാം. നമസ്കാരം മാഡം. ഹലോ. കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നം, അതിൻ്റെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ സ്ക്വിൻറ്റ് അഥവാ സ്ട്രബിസ്മസ്. എന്താണ് മാഡം സ്ക്വിൻറ്റ്? സാധാരണക്കാർക്ക് ഇത് പക്ഷേ കണ്ട് ശീലമുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ശാസ്ത്രീയമായ ചികിത്സ എന്താണെന്നോ ഇത് ഏതൊക്കെ തരത്തിലുണ്ടെന്നോ അത് എത്ര ശതമാനം പേർക്ക് ഗുണകരമായി ചികിത്സിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. മാഡത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊന്നും പറയാം. അത് സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരാൾ നോക്കുമ്പോൾ 2 കണ്ണും ആ വസ്തുവിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ണ് ഒരു വശത്തേക്ക് മാറിപ്പോണതിനാണ് സ്ക്വിൻറ്റ് അല്ലെങ്കിൽ സ്ട്രബിസ്മസ് അല്ലെങ്കിൽ കോങ്കണ്ണ് എന്നൊക്കെ നമ്മൾ പറയണത്. ഇത് സൗന്ദര്യ പ്രശ്നമാണെന്ന് പറഞ്ഞു, പക്ഷേ സൗന്ദര്യ പ്രശ്നത്തെക്കാൾ ഉപരി ഇത് കൂടുതലായിട്ടും കാഴ്ച കുറവ് ഉണ്ടാക്കണ ഒരു പ്രശ്നമാണ്. അതുപോലെ ചെറിയ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ടും വരണത്. ചില പിള്ളേർക്ക് ജനിക്കുമ്പോൾ തന്നെ സ്ക്വിൻറ്റ് ആയിട്ട് വരും. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് സ്ക്വിൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. ചിലർക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സ്ക്വിൻറ്റ് മാനിഫെസ്റ്റ് ചെയ്യണേ. ഒരു 99 അല്ലെങ്കിൽ 95% സ്ക്വിൻറ്റും ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും ഭേദമാകുന്നതാണ്. അതാണ് സ്ട്രബിസ്മസ് അല്ലെങ്കിൽ സ്ക്വിൻറ്റിനെ പറ്റി ഒരു ഹെൽത്ത് ടോക്ക് കൊടുക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ പറയാറുള്ളത്. അതായത് നേരത്തെ ചികിത്സിച്ചാൽ ചെറിയ കുട്ടികൾക്ക് സ്ക്വിൻറ്റ് കണ്ട ഉടനെ തന്നെ ഡോക്ടറെ അപ്രോച്ച് ചെയ്യുകയും എത്രയും നേരത്തെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്താൽ ഏകദേശം നോർമലായിട്ടുള്ള കാഴ്ചയും കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സും സൗന്ദര്യവും ബൈനോക്കുലർ വിഷനും എല്ലാം തിരിച്ചു കിട്ടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏർലി ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു സംഗതി. എനിക്ക് തോന്നുന്നത് ഈ സ്ക്വിൻറ്റിൻ്റെ ചികിത്സയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ രോഗത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ ഒക്കെ കൂടുതൽ അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. എന്തൊക്കെ തരത്തിലുള്ള സ്ക്വിൻറ്റുകളാണുള്ളത്, ഏതുതരം ചികിത്സയാണ് കൊടുക്കുന്നത് എന്ന് പറയാമോ? പ്രേക്ഷകരുടെ അറിവിലേക്ക് സ്ക്വിൻറ്റ് ഉള്ള ഒരു ചെറിയ കുട്ടിയെ ഞാൻ കാണിച്ചു തരാം. ആ കുട്ടിയെ വെച്ച് പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ മോളിൽ നോക്കിയേ, ഇതുണ്ടാ, ഇനി ഇവിടെ 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 നോക്കൂ, ഇവിടെ 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 നോക്കൂ, ഇത് ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ അടുത്ത് ഇന്ന് ഒരു 1.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ണിന് 2 കണ്ണും ഒരു ചെരിവ് കോങ്കണ്ണ് ആയിട്ട്.
ഈ കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടിയുടെ അമ്മയുടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് എത്ര നാളായി ഇങ്ങനെ കണ്ണിന് ഒരു ചെറിയ കുഞ്ഞിന്? 10 മാസമായപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. 2 കണ്ണും ഒരേ ഡയറക്ഷൻ വരാണ്ട് ഒരു കണ്ണ് മൂക്കിന്റെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകണം അല്ലേ? ആദ്യമേ ഇടത് കണ്ണിന് മാത്രമുള്ളായിരുന്നു. അതിന് അതൊരു 6 മാസം ഗ്യാപ്പിട്ടാണ് ഇപ്പോഴത്തെ ഇത് വലത് കണ്ണിന് വന്നത്. കോങ്കണ്ണുമായിട്ട് അല്ലെങ്കിൽ ഈ സ്ക്വിന്റ് പോലുള്ള അസുഖത്തിന്റെ സംശയമായിട്ട് ഒരു രോഗി ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എങ്ങനെ ആദ്യമായിട്ട് സ്ക്വിന്റ് മനസ്സിലാക്കണം? ഏറ്റവും സിംപ്ലസ്റ്റ് ടെസ്റ്റ് കോർണിയൽ റിഫ്ലെക്സ് ടെസ്റ്റ് എന്ന് പറയും. അത് വളരെ എളുപ്പമാണ്. ഒരു ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് കൊച്ചിന് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തിട്ട് കുട്ടിയുടെ കണ്ണിലേക്ക് ഇത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈറ്റിൻ്റെ റിഫ്ലെക്സ് കണ്ണിൽ എവിടെയാണ് വീഴണമെന്ന് നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കുമ്പോൾ കൊച്ചിൻ്റെ കണ്ണിൻ്റെ ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, വലത്തെ കണ്ണിൻ്റെ സെൻറ്ററിലും ഇടത്തെ കണ്ണിൻ്റെ സൈഡിലുമാണ് റിഫ്ലെക്സ് വരുന്നത്. ഇടത്തെ കണ്ണ് ചെരിഞ്ഞു പോയി. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ടെസ്റ്റ്. സ്ക്വിൻറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയാം, നമുക്ക് വീടുകളിൽ മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കവർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. ഒരു കണ്ണ് അടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് നോക്കാൻ പറയും. ഇപ്പം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു കണ്ണ് അടയ്ക്കുമ്പം ആ കോങ്കണ്ണുണ്ടെന്ന് തോന്നിയ കണ്ണ് നേരെ നിൽക്കും. ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ അടച്ച് കവർ മാറ്റി കഴിയുമ്പോൾ കവറിൻ്റെ അടിയിൽ കണ്ണ് സ്ക്വിൻറ്റിങ് ആയിട്ടിരിക്കണം അറിയാൻ പറ്റും. ദിസ് ഇസ് കവർ ടെസ്റ്റ്. പിന്നെ കണ്ണിൻ്റെ റൊട്ടേഷൻസ്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്തെങ്കിലും ഒരു ടോയോ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കൊച്ച് എല്ലാ സ്ഥലത്തേക്കും നോക്കുന്നുണ്ടെന്ന് നോക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിൽ സ്ക്വിൻറ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇതുപോലത്തെ ഒരു ടോയ്സ് കൊച്ചിന് ചെറിയ കുട്ടികളാകുമ്പോൾ നോക്കാനായിട്ട് അവരുടെ ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ആ ചെറിയ സ്പാൻ ഓഫ് അറ്റൻഷനിൽ തന്നെ പെട്ടെന്ന് നോക്കിയെടുക്കണം. ഇങ്ങോട്ട് നോക്കും വേണ്ടു, ഇവിടെ നോക്കും, മുകളിലേക്ക് അങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും നോക്കാനായിട്ടുള്ള ഓക്കിലെ മൂവ്മെൻറ്റ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എത്ര സ്ക്വിൻറ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് പ്രിസംസ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. ഇതാണ് പ്രിസം. ഈ പ്രിസം കണ്ണിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ എത്ര പ്രിസം ഡയോപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്ക്വിൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഹൗ മച്ച് പ്രിസം ഡയോപ്റ്റേഴ്സ് ഉണ്ടെന്നനുസരിച്ചാണ് നമ്മൾ സർജറി ടൈട്രേറ്റ് ചെയ്യണത്. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ശരിയാണെന്ന് പരിശോധിച്ച് നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു അല്ലേ? അപ്പം നമുക്ക് അതൊന്ന് നോക്കണം. ആദ്യം തന്നെ കണ്ണിന് കാഴ്ച ശരിയാണോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാഴ്ച ശരിയാണോ എന്ന് നോക്കിയിട്ട് കാഴ്ചയ്ക്ക് കുഴപ്പം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2 കണ്ണ് നേരെ നിൽക്കാൻ വേണ്ടി ഓൾട്ടർനേറ്റ് പാച്ച് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരു ദിവസം വലത്തെ കണ്ണ് കുറച്ച് സമയം അടച്ചു വയ്ക്കും, പിറ്റേ ദിവസം ഇടത്തെ കണ്ണ് അടച്ചു വയ്ക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 2 കണ്ണും ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ ബൈനോക്കുലർ ഇൻറ്ററാക്ഷൻസ് വരാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് പാച്ച് ആദ്യം കൊടുത്തതിന് ശേഷം റിഫ്രാക്ഷൻ, കണ്ണിൻ്റെ കാഴ്ചയുടെ പവർ ടെസ്റ്റ് ചെയ്യുന്ന റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. റിഫ്രാക്ഷനും നോർമൽ ആണെങ്കിൽ ഈ കുഞ്ഞിന് സർജറി ഓപ്പറേഷൻ ചെയ്താൽ 100% ക്യൂർ കിട്ടാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഞാനീ പറഞ്ഞ 2 ടെസ്റ്റുകളും ഈ കുട്ടിയുടെ ഓൾറെഡി ഞങ്ങൾ ചെയ്തതാണ്. കൊച്ചിന് ഇപ്പോൾ 2 കണ്ണും വേറെയുള്ള കാഴ്ച ഈ പ്രായത്തിൽ മനസ്സിലാക്കാവുന്നിടത്തോളം കുഴപ്പമില്ല. പക്ഷേ ഇപ്പം തന്നെ ചെറിയ കാഴ്ചക്കുറവ് കാണും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് കുറച്ചും കൂടെ വലുതായാലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വേറെ റിഫ്രാക്ഷൻ ടെസ്റ്റൊക്കെ നോർമൽ ആയ സ്ഥിതിക്ക് എത്രയും വേഗം ഇത് ഈ കുഞ്ഞിന് ഓപ്പറേഷന് ചെയ്യുകയാണെങ്കിൽ ഭാവിയിലേക്ക് കാഴ്ചക്കുറവ് വരാതെയും കണ്ണ് നല്ല ഭംഗിയായിട്ട് നോർമലായിട്ട്, അതായത് ഒരു സ്ക്വിൻറ്റൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കണ്ണ് പോലെ ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചിലതരം സ്ക്വിൻറ്റ് കണ്ണട വെച്ച് മാത്രം മാറുന്ന തരമുണ്ട്. ഈ കുഞ്ഞിന് കണ്ണട മാത്രം വെച്ചാൽ ശരിയാവില്ല, ഓപ്പറേഷൻ വേണം. പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയാലും ഒരു 5 വയസ്സ് വരെ വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം. കാഴ്ചക്കുറവ് വരാൻ വളരെ സാധ്യതയുള്ള അസുഖമാണ് കോങ്കണ്ണ. അത് കാരണം കാഴ്ചക്കുറവ് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇടയ്ക്ക് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ണാടിയൊക്കെ കൊടുക്കേണ്ടി വരും. എത്ര വയസ്സ് വരെ നമ്മൾ കാഴ്ച പരിശോധനകൾ കൃത്യമായി? കൊച്ച് സ്കൂളേജ് ആവണവരെ, സ്കൂളേജായി അക്ഷരങ്ങളൊക്കെ ശരിക്കും വായിക്കണവരെ തീർച്ചയായിട്ടും എവറി 6 months പരിശോധന ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നോർമലാണ് പിന്നെ കാണേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വീണ്ടും കാണേണ്ടി വരും. ചിലതരം സ്ക്വിൻറ്റ് ഫാമിലിയിലായിട്ട് കാണാറുണ്ട്. ഒരേ വീട്ടിൽ തന്നെ ഫാദറിനോ മദറിനോ സ്ക്വിൻറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും സ്ക്വിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടാകുന്നത്. ജനിച്ച ഉടനെ നിങ്ങളിത് കണ്ടിട്ടില്ല. പിന്നെ ക്രമേണയാണ് ഇതിങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ എപ്പോഴെങ്കിലും കണ്ണിന് വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഈ കാഴ്ച കണ്ണിന് കണ്ണ് ചൊറിയുന്നുണ്ടായിരുന്നു ഒരു 7 മാസമൊക്കെ ആയപ്പോൾ.
ഏറ്റവും ഏർലി ആയിട്ട് ഏത് പ്രായത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സ്ക്വിൻറ്റ് ശരിക്കും ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 6 മന്ത്സെങ്കിലും ആവണം കുഞ്ഞിന്. 6 മന്ത്സിന് മുന്നേ ഉള്ള ചെറിയ സ്ക്വിൻറ്റൊക്കെ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി കാണാറുണ്ട്. അപ്പം ബിഫോർ 6 മന്ത്സ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറില്ല. ആഫ്റ്റർ 6 മന്ത്സ് കൊച്ചിന് 6 മാസം പ്രായമായതിനു ശേഷം കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ക്വിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഓപ്പറേഷൻ 6-7 മാസം മുതലുള്ള പ്രായത്തിൽ ചെയ്യും. പക്ഷേ ഈ കുഞ്ഞിന് 10 മാസമൊക്കെ ഉള്ളപ്പോഴാണ് സ്ക്വിൻറ്റ് വന്നത്. ഇപ്പോൾ ഐഡിയൽ ഏജാണ് ചെയ്യാനായിട്ട്. എത്രയായാലും 2 വയസ്സിന് മുന്നേ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബൈനോക്കുലർ വിഷൻ, അതായത് 2 കണ്ണും ഒന്നിച്ച് യൂസ് ചെയ്യാനുള്ള വിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം 2 വയസ്സിന് മുന്നേ കറക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഐഡിയൽ. പിന്നെ കൂടുതലായിട്ട് സ്ക്വിൻറ്റ് ഉണ്ടെങ്കിൽ അതിലും ഏർലി ആയിട്ട്, അതായത് 10 മന്ത്സ് 9 മന്ത്സ് ആ ഏജിലൊക്കെ കറക്റ്റ് ചെയ്യാം. ഈ മാസം കൂടുതലാണെന്ന് പറയുന്നത്. അതെ, പ്രിമച്യൂരിറ്റിയും പിന്നെ ജനിച്ചു കഴിഞ്ഞ ഉടനെയുള്ള പ്രോബ്ലംസ് ലൈക്ക് ഇസ്കീമിക് ചേഞ്ചസ്, കുട്ടി കരയാൻ താമസിക്കുക, പിന്നെ നിയോനേറ്റൽ ഐസിയുയിൽ കിടക്കാൻ, വേറെ സെപ്സിസ്, അങ്ങനെ വേറെ പ്രോബ്ലംസ്, അതായത് ട്യൂമുൾട്ടസ് നിയോനേറ്റൽ പീരീഡ് എന്ന് പറയും. അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള നിയോനേറ്റൽ ഉള്ള കുട്ടികൾക്ക് സ്ക്വിൻറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതും ഇതുപോലെ കറക്റ്റബിളാണ്. ഒരു 90%-99% സ്ക്വിൻറ്റും കറക്റ്റബിളാണ്. വളരെ ചെറിയ ഡിവൻസ് റിട്രാക്ഷൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന തരം സ്ക്വിൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഫുൾ കറക്ഷൻ കിട്ടാൻ പ്രയാസമുള്ളത്. പ്രായപൂർത്തിയൊക്കെ ആയ ഒരുപാട് പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ അന്നത്തെ കാലത്തൊന്നും ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാനോ ചികിത്സിക്കാനോ പറ്റുന്നുണ്ടാവില്ലല്ലോ. മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഏത് പ്രായം വരെയൊക്കെ ചെയ്യാൻ പറ്റും? കോസ്മെറ്റിക് കറക്ഷൻ, അതായത് സൗന്ദര്യം ശരിയാക്കാനല്ല, കണ്ണും ബാലൻസ് മാത്രം കിട്ടത്തക്കവണ്ണമുള്ള കോസ്മെറ്റിക് കറക്ഷൻ ഏത് പ്രായത്തിലും ചെയ്യാം. 70 വയസ്സായാലും കുഴപ്പമില്ല, 80 വയസ്സായാലും കുഴപ്പമില്ല, 50 വയസ്സായാലും പ്രശ്നമല്ല. ഏത് പ്രായത്തിലും കോസ്മെറ്റിക് കറക്ഷൻ പോസിബിളാണ്. പക്ഷേ ഫങ്ഷണൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് കാഴ്ച തിരിച്ചു കിട്ടണമെങ്കിൽ ചെറിയ പ്രായത്തിൽ ചെയ്താലേ ശരിയാവുള്ളൂ. ഡോക്ടർ പറഞ്ഞ പോലെയുള്ള വിവിധതരം ചികിത്സാ രീതികൾ, അതിലിനിയിപ്പോൾ സർജറിയിലെ ചില പ്രത്യേക രീതിയിലുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അത്തരം ഇഷ്യൂസ് കണ്ടുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ക്വിൻ സർജറി, കോങ്കണ്ണിനുള്ള ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററാണിത്. ഡോക്ടർ എലിസബത്ത് ഇപ്പോൾ സർജറി ചെയ്യാനായി അകത്തേക്ക് കയറി കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞിൻ്റെ സ്ക്വിൻ സർജറിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡോക്ടർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സാധാരണക്കാരുടെ അറിവിലേക്കായി വളരെ പ്രാഥമികമായ കണ്ണിൻ്റെ ഘടനാപരമായ സവിശേഷതകളെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഇതാണ് കണ്ണിൻ്റെ ആൻറ്റീരിയർ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പർ ലിഡും ലോവർ ലിഡിൻ്റെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. അതിൻ്റെ നടുക്ക് കാണുന്ന ബ്ലൂയിഷ് ബ്ലാക്കായിട്ട് കാണുന്ന ഏരിയയാണ് കോണിയ എന്ന് പറയുന്നത്. കോണിയ ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ലൈറ്റ് പാസ് ചെയ്തിരിക്കുന്നത് കോണിയ അക്വസ് ഹ്യൂമർ ലെൻസിൽ കൂടെ പാസ് ചെയ്ത് റെറ്റിനയിൽ വന്ന് വീഴുന്നതായിട്ടാണ് നമ്മൾ ഈ പടം മനസ്സിലാക്കേണ്ടത്. കണ്ണിൻ്റെ റെറ്റിന ആണ് കാഴ്ച കിട്ടുന്ന സ്ഥലം. റെറ്റിനയിൽ കിട്ടുന്ന സ്റ്റിമുലസ് ഓപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലെത്തും. അങ്ങനെയാണ് നമ്മൾ ഒരു സാധനത്തിൻ്റെ കാണുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് പ്യൂപ്പിൾ ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്യൂപ്പിളിൽ കൂടെയാണ് ലൈറ്റ് എൻ്റർ ചെയ്യണത്.
പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ കൃഷ്ണമണി അല്ലേ മേഡം? പ്യൂപ്പിൾ കണ്ണിൻ്റെ നടുക്ക് ഭാഗത്ത് ഇപ്പോൾ കാണുന്ന ആ വട്ടത്തിൽ ബ്ലാക്കായിട്ട് കാണുന്ന ഏരിയയാണ് പ്യൂപ്പിൾ. അതൊരു ഹോളാണ്, ഐറിസിൻ്റെ നടുക്കുള്ളൊരു ഹോൾ. അതിൽ കൂടിയാണ് ലൈറ്റ് കണ്ണിലേക്ക് പാസ് ചെയ്യണത്. ഐലിഡ് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണ ബ്ലിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ടിയർ ഫിലിം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും, കണ്ണ് ഡ്രൈ ആവാതിരിക്കും. കരയാത്ത കണ്ണ് കാണില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നന്നായി കരയുക എന്നുള്ളത് ആരോഗ്യപരമായ ഒരു കണ്ണിൻ്റെ സവിശേഷത കൂടിയാണല്ലേ? തീർച്ചയായിട്ടും. ഈ ശസ്ത്രക്രിയയെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ കഴിഞ്ഞ ശസ്ത്രക്രിയയെക്കുറിച്ച്. കൺവെർജൻറ്റ് സ്ക്വിൻറ്റിൻ്റെ ശസ്ത്രക്രിയയാണ് നമ്മളിപ്പം കഴിഞ്ഞത്. കണ്ണിൻ്റെ മസിൽസിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്തിട്ടാണ് സ്ക്വിൻറ്റ് കറക്റ്റ് ചെയ്യുന്നത്. കൺവെർജൻറ്റ് സ്ക്വിൻറ്റ് ഉള്ളതിന് കണ്ണിൻ്റെ മീഡിയൽ റെക്ടസ് എന്ന് പറഞ്ഞ മസിൽ, അതാണ് കൂടുതലായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കുട്ടിയുടെ 2 മീഡിയൽ റെക്ടസും നമ്മൾ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കണ്ണിൻ്റെ ബോള് എല്ലാ വശത്തേക്കും തിരിക്കുകയും താക്കുകയും ഒക്കെ ചെയ്യുന്ന മാംസപേശികളുടെ നീളം നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ അതിനൊരു എത്ര മില്ലിമീറ്റർ സർജറി ചെയ്താൽ എത്ര പ്രിസം ഡയാപ്റ്റേഴ്സ് കറക്ഷൻ കിട്ടും ഞങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കാണുന്നത് അണുബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഒരു വളരെ സ്റ്റെറൈൽ ഓർ വെരി ക്ലീൻ പ്ലാസ്റ്റിക് ഡ്രേപ്പ് വെച്ചിട്ട് ആദ്യം കണ്ണ് കവർ ചെയ്യും. എന്നിട്ട് ആ ഡ്രേപ്പിൻ്റെ സെൻട്രൽ ഏരിയ കട്ട് ചെയ്തിട്ടാണ് കണ്ണ് ഓപ്പൺ ആക്കുന്നത്. സോ വി ആർ കട്ടിങ് ഓൺലി ദി പ്ലാസ്റ്റിക് ഡ്രേപ്പ്. ഇത് സ്പെക്കുലം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് കണ്ണിനകത്ത് വെച്ച ഐ ലിഡ്സ് കണ്ണ് നല്ല തുറന്ന് വെക്കാനായിട്ട്, ഐ ലിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തിയിട്ട് കണ്ണ് തുറന്ന് വെക്കാം. അല്ല അറിയാതെ കുട്ടി അടയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ. കണ്ണിൻ്റെ കൃഷ്ണമണി നന്നായി കാണാം, പ്യൂപ്പിൾ സെൻട്രൽ ഏരിയയിൽ കാണാം, കൺജങ്ക്റ്റീവ കാണാം. കണ്ണിൻ്റെ മുകളിലുള്ള വളരെ നേർത്ത ഒരു ആവരണം മുറിച്ച് മാറ്റിയിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ സേഫായിട്ട് കണ്ണിനെ വ്യക്തമായി കാണുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്തതിന് ശേഷം ഇത് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഏതൊക്കെ ഭാഗങ്ങളിലാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലേക്ക് ഫോർസെപ്സ് വെച്ചത്. എങ്ങനെ ഇപ്പം നമ്മൾ കാണുന്നത് കണ്ണിൻ്റെ കൺജങ്ക്റ്റൈവ ഓപ്പൺ ചെയ്യുന്നതാണ്. കൺജങ്ക്റ്റൈവയുടെയും അതിന് അടിയിലെ ടീനൻസ് മെംബ്രെയിൻ എന്ന് പറയും, ടീനൻസ് മെംബ്രെയിൻ. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയാണ് കണ്ണിൻ്റെ മസിൽ ഇരിക്കുന്നത്. ഇപ്പം ഈ മസിൽ ഹുക്ക് വെച്ചിട്ട് ആ മസിൽ പതിയെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു. ഇത് വളരെ മാഗ്നിഫൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളുടെ ഒറിജിനലിനേക്കാളും 10 times മാഗ്നിഫൈഡ് ആണിത്. നമ്മൾ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൽ കൂടെയാണ് ഇങ്ങനെ മസിൽസിനെ എടുക്കുന്നത്. വ്യൂവേഴ്സ് ഇപ്പോൾ കാണുന്നത് വളരെ വലിയ ഒരു മസിലാണ്. വാസ്തവത്തിൽ ഇമാജിൻ ചെയ്തോളൂ, ഇതിൻ്റെ ഒരു 1/10 ഉള്ളൂ ഒറിജിനൽ സൈസ്. ഇപ്പം നമ്മൾ മസിൽ ഹുക്കിൽ മീഡിയൽ റെക്ടസ് എന്ന് പറഞ്ഞ മസിൽ കിട്ടിയിരിക്കണം. ആ മസിലിനെ നമ്മൾ ബാക്കി ടിഷ്യൂവിൽ നിന്നൊക്കെ വേർപെടുത്തി മസിലിനെ തന്നെ എക്സ്പോസ് ചെയ്യുവാണ്. അധികം ബ്ലഡ് ലോസ് ഉണ്ടാവുന്ന ഓപ്പറേഷൻ അല്ല ഇതൊന്നും. ചെറിയ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് അത്രയേ ഉണ്ടാവുള്ളൂ. ഈ സ്യൂച്ചർ അബ്സോർബ് ചെയ്യണ സ്യൂച്ചറാണ്. ഇതിൻ്റെ സൈസ് 60 എന്ന് പറയും. 60 വൈക്രിൽ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടുള്ള സ്യൂച്ചറാണിത്. കെട്ടിട്ട മാതിരിയാണ് നമ്മൾ സ്യൂച്ചർ ഇടുന്നത്, സോ ദാറ്റ് അത് ഊരി പോവാതിരിക്കാൻ. ലോക്കിംഗ് സ്യൂച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസിലിനെ, ഈ മീഡിയൽ റെക്ടസ് എന്ന് പറഞ്ഞ മസിലിനെ ഗ്ലോബിൽ നിന്ന് ഡിസ്ഇൻസേർട്ട് ചെയ്യാമെന്ന് അതിൻ്റെ ശരിക്കുള്ള പേര്. ആ ഇൻസേർഷനിൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ വിടുവിക്കും. ചെറുതായിട്ടൊരു സിസേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ട് വിടുവിക്കും. മസിലിനെ വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഗ്ലോബിൽ നിന്ന് പതിയെ വിടുവിക്കും. സ്ക്വിൻ സർജറി അല്ലെങ്കിൽ അത് ഇൻട്രാ ഓക്കുലർ സർജറി അല്ല. കണ്ണിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കണില്ല, എക്സ്ട്രാ ഓക്കുലർ സർജറിയാണ്. അതായത് കണ്ണിൻ്റെ ഐ ബോളിൻ്റെ പുറത്താണ്, ഐ ബോളിൻ്റെ ഔട്ട്സൈഡാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. ഐ ബോളിൻ്റെ അകത്തേക്ക് കയറണില്ല. കാറ്ററാക്ട് സർജറിയൊക്കെ കണ്ണിനകത്താണ് ചെയ്യണത്. ദിസ് ഈസ് ആൻ എക്സ്ട്രാ ഓക്കുലർ സർജറി മാത്രം. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ നീഡിൽ പാസ് ചെയ്ത്, ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഓക്കുലർ ആണെന്ന്, നീഡിൽ പാസ് ചെയ്യണത് മസിൽ മാത്രമാണ്. ശ്രദ്ധയില്ലാണ്ട് കണ്ണിനകത്തേക്ക് നീഡിൽ പാസ് ചെയ്ത് പോയാൽ ഇറ്റ്സ് എ വെരി വെരി ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ. ഇപ്പം നമ്മളിനി മസിൽ എങ്ങോട്ടാണ് വെക്കേണ്ടത്, ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറ്റി പുതിയൊരു സ്ഥലത്തേക്ക് വെക്കാനുള്ള മാർക്കാണ് ഇടുന്നത്. ഈ കുഞ്ഞിനെ നമ്മൾ 4 millimeters ഒറിജിനൽ പൊസിഷനിൽ നിന്ന് 4 millimeter പുറകിൽ അത് മാർക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ആ പുതിയ മാർക്കിട്ട പൊസിഷനിലേക്ക് മസിലിനെ തിരിച്ചു വയ്ക്കും. ഇപ്പം മസിൽ ഈ നീഡിൽ പാസ് ചെയ്യുന്നതാണ്. മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ. കണ്ണിനകത്തേക്ക് പെർഫറേറ്റ് ചെയ്യാതെ
പാർഷ്യൽ തിക്നെസ്, അതായത് കണ്ണിൻ്റെ ഐബോളിൻ്റെ സ്ക്ലീറയുടെ ഹാഫ് തിക്നെസ്സിൽ കൂടെ സ്യൂച്ചർ ബൈറ്റ് എടുക്കാൻ പാടുള്ളൂ. ഇഫ് ഇറ്റ് ആക്സിഡൻ്റലി പെർഫറേറ്റ് ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് നമ്മളിത് ചെയ്യുന്നത്. ആ ബഡ് അവിടെ വെച്ചിരിക്കുന്നത് മസിലിനെ ഒന്ന് പുറകോട്ട് മാറ്റി പിടിക്കാനും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒപ്പിയെടുക്കാനും. നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ടാവും അല്ലേ? കാരണം ഇത്ര ചെറിയ ഒരു കണ്ണ്, അതിനെ ചുറ്റുപാടും ബന്ധിപ്പിച്ച് കിടക്കുന്ന വളരെ നേർത്ത മാംസപേശികളുടെ തന്തുക്കൾ, അതിൻ്റെ നീളത്തിനനുസരിച്ചുള്ള ചെറിയ വ്യതിയാനങ്ങൾ കണ്ണിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പൊസിഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നീളത്തിനനുസരിച്ച് അത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റി അതിന് മറ്റൊരു സ്ഥലത്ത് വീണ്ടും തുന്നി പിടിപ്പിക്കുന്ന വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു ശസ്ത്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഓപ്പറേറ്റ് ചെയ്ത കുഞ്ഞിൻ്റെ കണ്ണ് ഇന്നിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. വളരെ കംഫർട്ടബിൾ, പെയിൻഫുൾ ഒന്നും അല്ല. പിന്നെ ആ കണ്ണടയിൽ നിന്ന് എടുത്തോളൂ, കണ്ണടയിൽ നിന്ന് എടുത്തിട്ട് നോക്കാം. മോൻ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ. കരയാണ്ട് ഇവിടെ നോക്കിയേ. ഇത് മുട്ടായി ഉണ്ട്. നോക്കട്ടെ. കണ്ണിന് ചെറിയ റെഡ്നെസ് ഉണ്ട്, അത് കുഴപ്പമില്ല. കണ്ണ് ഏകദേശം ശരിയായിട്ടുണ്ട്. കണ്ണ് രണ്ടും നേരെയാണ് നിൽക്കുന്നത്. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നോ? ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഈ കരച്ചിൽ ഇപ്പൊ ഞങ്ങളെ കണ്ടോണ്ടുള്ള കരച്ചിലല്ലേ? അല്ല, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ അല്ലേ? കണ്ണൊക്കെ ശരിയായല്ലോ. ഇത് ഈ കുഞ്ഞും ഇന്നലെ ഇതുപോലെ ഓപ്പറേഷൻ ചെയ്ത കുട്ടിയാണ്. ഈ കുട്ടിയുടെ കണ്ണ് മോനെ നോക്കൂ. കണ്ണ് വളരെ നേരെയായിട്ട് ഇരിക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് ആണ്. കണ്ണിൻ്റെ സെൻട്രൽ സൈഡിൽ ചെറിയ ചുവപ്പുണ്ട്, അത് കുഴപ്പമുള്ളതല്ല. ചുവപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളൂ. 2 ആഴ്ച കഴിയുമ്പോൾ കണ്ണ് വളരെ സ്ട്രെയിറ്റ് ആവും. നമ്മൾ നേരത്തെ കണ്ട സർജറി ചെയ്ത കുട്ടിയുടെ കണ്ണ് ഇപ്പോൾ ഒരു പൂർണ്ണമായും ഒരു നോർമലായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കുറച്ചൊരു ചുവപ്പ് നിറം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഏതാണ്ട് എത്ര ദിവസം കൊണ്ട് ശരിയാവുമായിരിക്കും? 2 ആഴ്ച കൊണ്ട് ചുവപ്പ് മാറിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് നോക്കിയാൽ ഒരു പാടും ഉണ്ടാവില്ല. സ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്തെന്ന് മനസ്സിലാവത്ത് പോലും ഇല്ല. അപ്പം ഈ കോങ്കണ്ണിനുള്ള സർജറി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യും. പിറ്റേ ദിവസം വിടാം. അപ്പോൾ കണ്ണട ഉപയോഗിക്കേണ്ടി വരും കുറച്ച് ദിവസം. പ്രൊട്ടക്ഷന് വേണ്ടി അധികം ലൈറ്റും പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് 2 ആഴ്ച വെക്കുന്നത് നല്ലതാണ്, പ്രൊട്ടക്ഷന് വേണ്ടി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പം വേദന ഉണ്ടാവുമോ ഇനിയുള്ള ദിവസങ്ങളിൽ? വേദന കാര്യമായിട്ട് ഉണ്ടാവില്ല. നീ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? കൊച്ചു നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. മറ്റേ കുട്ടി ഒരു ഇത്തിരി ആങ്ഷ്യസ് ആണ്, അതുകൊണ്ടാണ് അത് കരയണം, അല്ല പെയിൻഫുൾ ആയിട്ടല്ല. ഒരൽപ്പം കാവ്യാത്മകമായി പറഞ്ഞാൽ ഫസ്റ്റ് ലവ് ലെറ്റേഴ്സ് ആർ റിട്ടൺ ഇൻ ദ ഐസ് എന്നാണ് കവികൾ പറയാറ്. കണ്ണുകളിലാണ് നമ്മുടെ എല്ലാ വികാരങ്ങളും ആദ്യമായി പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേത്ര സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മീഡിയ വണ്ണിൻ്റെ ഹെൽത്ത് ട്രാവലോഗ് സ്റ്റെതസ്കോപ്പിൽ മറ്റൊരു ആരോഗ്യ പ്രശ്നവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. Oh,